അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുങ്കാവിയായ മനുഷ്യനു വേണ്ടി അറുവീശ തുടർന്നതാം ശബ്ദം. താഴ്വരയിൽ നിന്നും തുടങ്ങിയ മൊഴികളെ സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെന്നും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. കാൽവരിനാദം. ദിവ്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ ജീവിത സാക്ഷി പ്രോഗ്രാമിലേക്ക്, പാടിസ്തുതിക്കാമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം പ്രോഗ്രാമിന്റെ 116 എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവകൃപയോടുകൂടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തീർച്ചയായിട്ടും ഗാനങ്ങളിലൂടെ, സാക്ഷ്യത്തിലൂടെ ദൈവം നമ്മോട് ഇന്ന് രാത്രിയിലും സംസാരിക്കുമാറാകട്ടെ. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവിടുന്ന് തന്റെ ദാസന്മാർക്ക് നൽകിയ ജീവിത അനുഭവങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ആത്മീയമായി ബലപ്പെടുവാനും, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും, അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിക്കണമേ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയദാസനായിട്ട് സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് അത് ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണം. ഇന്ന് രാത്രി ഞങ്ങളോട് ജീവിത അനുഭവങ്ങളും തന്റെ ദൂതും അറിയിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി അത് ചെയ്യുവാൻ, അത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന കർത്താവെ ഇവിടുന്ന് ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ആയിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ കാൽവരിനാദം മിനിസ്ട്രിയുടെ 116 എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ പ്രോഗ്രാമും നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് പലരിലൂടെയും അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ ചെയ്തു. ഇനിയും അനേക ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കേൾക്കുവാനായിട്ടുണ്ട്. നാം ആ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കഴിയുന്നിടത്തോളം എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ആഴ്ചയിലും ഈ ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കൂടാതെ ഈ മിനിസ്ട്രിയെ തുടർന്നും എപ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഓർത്ത് പ്രാർത്ഥിക്കണം. അനേക കാര്യങ്ങൾ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുവാൻ, അനേകരെ കോണ്ടാക്ട് ചെയ്യുവാൻ, അനേകർക്ക് ഈ സാക്ഷ്യങ്ങളും ഈ സന്ദേശവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ ജോയ് ബാംഗ്ലൂർ കർത്താവിന്റെ ദാസൻ 2 ഗാനങ്ങൾ ആലപിക്കും. നമ്മുടെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമൻകുര്യച്ചാന്റെ സണ്ണിലോയാണ്. ബാംഗ്ലൂരിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു സഹോദരനാണ്. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാമൻകുര്യച്ചാൻ തന്നെ രചിച്ച 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്നാമത് യേശു നിന്നെ വിളിക്കുന്നു എന്നർത്ഥമുള്ള ആരംഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. കേട്ട് മടങ്ങി വരാം. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കും. യേശു നിന്നെ വിളിക്കുന്നു നിത്യജീവൻ നൽകിടുവാൻ, പാപത്തിൽ നിന്നും മോചനം നൽകാൻ യേശു വിളിക്കുന്നു നിന്നെ.
നിത്യജീവൻ നൽകിടുവാൻ പാപത്തിൽ നിന്നും മോചനം നൽകാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. പാപഭാരമെല്ലാം ചുമക്കുന്ന നിന്റെ ശാപം അകറ്റിടുവാൻ നിത്യജീവൻ നൽകിടുവാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. നിത്യജീവൻ നൽകിടുവാൻ പാപത്തിൽ നിന്നും മോചനം നൽകാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. വഴിയും സത്യവും ഞാൻ തന്നെ, ജീവനെന്നുരച്ച നാഥൻ നിത്യവഴിയിൽ നടത്തിടുവാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. നിത്യജീവൻ നൽകിടുവാൻ പാപത്തിൽ നിന്നും മോചനം നൽകാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. യേശുവിൻ പാദത്തിൽ വീണു പാപങ്ങളെല്ലാം ഏറ്റു ചൊന്നാൽ പാപത്തിൽ നിന്നും മോചനം നൽകാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. നിത്യജീവൻ നൽകിടുവാൻ പാപത്തിൽ നിന്നും മോചനം നൽകാൻ യേശു വിളിക്കുന്നു. നിന്നെ യേശു വിളിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, ആശയമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കുവാനുള്ള ഒരു അവസരമുണ്ട്. കർത്താവിന്റെ ദാസൻ മാംകുരിച്ച് എഴുതിയൊരു ഗാനം, ഉന്നതനെ വന്നിതനെ സ്തുതിക്കു യോഗ്യനെ എന്ന് തുടങ്ങുന്ന
ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം. ആ ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ദാസനെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ഉന്നതനേ വന്നിതനേ സ്തുതിക്കു യോഗ്യനേ. ഉന്നതനേ വന്നിതനേ സ്തുതിക്കു യോഗ്യനേ. തിരുനാമത്തെ നന്ദിയോടെ എന്നെന്നും സ്തുതിച്ചിടുന്നു. തിരുനാമത്തെ നന്ദിയോടെ എന്നെന്നും സ്തുതിച്ചിടുന്നു. ഉന്നതനേ വന്നിതനേ സ്തുതിക്കു യോഗ്യനേ. എന്നും സ്തുതിക്കു യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. എന്നും സ്തുതിക്കു യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. ആരാധിപ്പാൻ യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ. ഉന്നതനേ വന്നിതനേ സ്തുതിക്കു യോഗ്യനേ. പാപങ്ങളും മറച്ചവനെ, എല്ലാ ലംഘനവും ക്ഷമിച്ചവനെ. എല്ലാ പാപങ്ങളും മറച്ചവനെ, എല്ലാ ലംഘനവും ക്ഷമിച്ചവനെ. കരുണയും കൃപയും ഉള്ളവനെ നന്ദിയോടെ ആരാധിക്കാം. കരുണയും കൃപയും ഉള്ളവനെ നന്ദിയോടെ ആരാധിക്കാം. എന്നും സ്തുതിക്കു യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. എന്നും സ്തുതിക്കു യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. ആരാധിപ്പാൻ യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ. ഉന്നതനേ വന്നിതനേ സ്തുതിക്കു യോഗ്യനേ. വരുവിൻ വണങ്ങി നാം നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയ്ക്കു സ്തുതി പാടാം. വരുവിൻ വണങ്ങി നാം
നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയ്ക്ക് സ്തുതി പാടാം. അവൻ മാത്രം ദൈവമെന്നറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ആരാധിക്കാം. അവൻ മാത്രം ദൈവമെന്നറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ആരാധിക്കാം. എന്നും സ്തുതിക്കൂ യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. എന്നും സ്തുതിക്കൂ യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. ആരാധിപ്പാൻ യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ. ഉന്നതനേ വന്ദിതനേ സ്തുതിക്കു യോഗ്യനേ. എന്നും സ്തുതിക്കു യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. എന്നും സ്തുതിക്കു യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. ആരാധിപ്പാൻ യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ, നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന രണ്ട് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഗാനം ആലപിച്ച പ്രിയ ജോയൽ സഹോദരനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ 115 എപ്പിസോഡുകൾ, പല ജീവിത സാക്ഷ്യങ്ങളും പല അനുഭവങ്ങളും പുതിയ പുതിയ അനേക ഗാനങ്ങളും ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പലരുടെയും ജീവിത സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. അത് അനേകരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഈ നാളുകളിലൊക്കെ അറിയുന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ പുറകിൽ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഞാൻ അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ദേശത്തിന്റെ, ലോകത്തിന്റെ നാനാ സ്ഥലങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളെ, സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ, ദൈവം ഇന്ന് രാത്രി നമുക്ക് തരുന്ന ദൂത് കേൾക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ബാംഗ്ലൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഡോക്ടർ സുനിൽ മോൻ ലൂക്കോസ് അവറുകളാണ് ഇന്ന് രാത്രി നമ്മോടുകൂടെയുള്ളത്. അനേക ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അനേക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. അതിനോടുകൂടെ തന്നെ ബാംഗ്ലൂരിൽ അനേക ഗ്രാമങ്ങളിൽ, ബാംഗ്ലൂർ മാത്രമല്ല നോർത്ത് ഇന്ത്യയുടെ അനേക സ്ഥലങ്ങളിലും കടന്നു ചെന്ന കർത്താവിന്റെ വേലയിൽ വളരെ ശോഭിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് രാത്രി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളും പ്രവർത്തന മേഖലയുടെ വിശേഷങ്ങളും തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളും കൂടെ ദൈവം ഇന്ന് രാത്രി നമുക്ക് തരുന്ന ദൂതും കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയദാസനെ നാം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യോടന്തം പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. ഇനിയുള്ള സമയം തന്റെ ജീവിത സാക്ഷ്യവും ദൂതും അറിയിക്കാനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ പ്രാർത്ഥനയോടുകൂടെ ക്ഷണിക്കുക. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കാൽവരിനാഥം മിനിസ്ട്രിയുടെ 116 ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുവാൻ സർവകൃപാലുമായ കർത്താവ് എൻ്റെ ജീവിതത്തിലും അനുവദിച്ച് നൽകിയ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ ഈ കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഓർഗനൈസർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യു സഹോദരന്, അതുപോലെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ മാമൻ കുര്യൻ അച്ചായന്, അതുപോലെ മറ്റ്
ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുക. ഈ നിലയിൽ നിങ്ങളുമായി സംവാദിക്കുവാൻ, ഈ നിലയിൽ നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കുവാൻ കർത്താവ് നൽകിയത് ജീവിതത്തിലെ ശ്രേഷ്ഠമായ അതുല്യമായ അവസരമായി കരുതിക്കൊണ്ട് സകല മഹത്വവും ദൈവ സന്നിധിയിൽ അർപ്പിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയണം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേരൻസിനെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ETCക്ക് സമീപമായി കല്ലുവാതക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് ലൂക്കോസ് ഉമ്മൻ, എൻ്റെ മാതാവിൻ്റെ പേര് ലീലാമ ലൂക്കോസ്. രണ്ടുപേരും കർത്തൃ സന്നിധിയിലാണ്, രണ്ടുപേരും ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയുണ്ടായി. ഒരു സഹോദരിയും ഒരു ഇളയ സഹോദരനും, അങ്ങനെ 3 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആ നിലയിൽ ഉള്ളത്. രണ്ടാമത്തെ മകനായിട്ട് 1975 ഏപ്രിൽ മാസം 10-ാം തീയതിയിൽ ജനിക്കുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു മർത്തോമ കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. എൻ്റെ പഠനകാര്യങ്ങൾ ഞാൻ തൊട്ടടുത്ത് തന്നെ ഉള്ളതായ അമ്പലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള LPS സ്കൂളിലാണ് 4-ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂൾ പഠനത്തിനായി നെടുവത്തൂരിലുള്ള EBHS ആ സ്കൂളിൽ ആ നിലയിൽ പോയി പഠിക്കുവാൻ, 10-ാം ക്ലാസ് വരെ ആ നിലയിൽ അവിടെ ആയിരിക്കുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ കോളിങ്ങിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ തൊക്കണം ആഗ്രഹിക്കുക. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 15 വയസ്സ് പ്രായമുള്ള ഉണ്ടായിരുന്ന എനിക്ക് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വരികിലും, ഞാൻ പൊതുവെ എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ആ നിലയിലുള്ള പശ്ചാത്തലമായതുകൊണ്ട് ഒരു 8-ാം ക്ലാസ് മുതൽ ഞാൻ ബീഡിയൊക്കെ കുടിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്, ബീഡിയൊക്കെ വലിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 10-ാം ക്ലാസ് ആയപ്പോൾ കള്ള് ഷാപ്പുകളിൽ പോകുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മോശമായ തെറ്റായ, അന്ന് തെറ്റല്ല, അന്ന് കൂട്ടുകാർ ചേർന്ന് ഒരു വില്ലൻ ഭാവത്തിൽ എല്ലാവരുടെയും മുന്നിൽ ആളായി കാണിക്കത്തക്ക നിലയിൽ ഈ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു പശ്ചാത്തലം എനിക്കുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് അല്പം അഭിനയിക്കുവാനുള്ള കഴിവും, അതുപോലെ സ്പോർട്സിൽ ഓടുവാനും ഹൈ ജമ്പ് ചാടുവാനും മറ്റ് വിവിധമായ കാര്യങ്ങളിൽ കഴിവ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ നിലയിലൊക്കെ ലോകപരമായ നിലയിൽ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിലുള്ള 4, ഇന്നത് 4 ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 4 സിനിമാ കോട്ടകളിലും പേര് സഹിതം പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ വേണുഗോപാൽ, മിനർവ, വീനസ്, ശാന്തി എന്ന് പറയുന്ന 4 സിനിമാ കോട്ടുകളിലും മാറി മാറി 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സുകളിൽ ഞാൻ സ്കൂൾ ഉച്ച കഴിഞ്ഞ് കട്ട് ചെയ്ത് പോയി സിനിമ കാണുവാനും, ആ അടുത്തുള്ള ദേശങ്ങളിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളിൽ പങ്കെടുത്ത് അവിടെ നാടകവും അതുപോലെ സിനിമാറ്റിക് ഡാൻസും അതുപോലെ വിവിധ കാര്യങ്ങൾ പോയി കാണുവാനും പങ്കെടുക്കുവാനും ആ നിലയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് മുഴുകുവാനും ഇടയായി തീർന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് കർത്താവിനെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനു മുമ്പിട്ടും കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം
എൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് ഞങ്ങള് ഒരു സുവിശേഷ യോഗത്തിന്, അന്ന് ഗാനമേള ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷ എന്ന് പറയും, പാട്ട് കേൾക്കുവാനായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് മാറി ഒരു പാറയിൽ ഇരുന്നു കൊണ്ട് ഈ സുവിശേഷ മീറ്റിങ്ങിൽ ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് കഴിഞ്ഞു, പ്രസംഗത്തിന്റെ സമയമായപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ അടുത്തിരുന്ന മറ്റൊരു സഹോദരൻ, ഹൈന്ദവനായ ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, സഹോദര, നമുക്ക് അല്പം നേരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അവസാനം ഒരു പാട്ടും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധമായി അവിടെ പിടിച്ചിരുത്തി. അതിനുശേഷം ഞങ്ങൾ ആ പാട്ടിന് ശേഷം സ്തോത്രാഴ്ച എടുക്കുന്ന സമയത്ത്, അന്നങ്ങനെയൊക്കെയുള്ള ഒരു സമയമായിരുന്നു, ആ സമയത്ത് ഒരു പാട്ടും കൂടെ കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ആ പ്രസംഗിച്ച വ്യക്തിയെ എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ അലയടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് സംഭവിച്ചത് 1991 ജൂൺ മാസം 20-ാം തീയതി രാത്രിയിലായിരുന്നു. അതിങ്ങനെയാണ്, താൻ പറഞ്ഞു വന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ അത് മാത്രം അത് മാത്രം സ്റ്റക്കായി നിന്നത് ഇതാണ്: നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? നിന്റെ നിത്യത എവിടെയായിരിക്കും? നരകത്തിലോ സ്വർഗത്തിലോ? ആ വാക്കെൻ്റെ മനസ്സിൽ കിടന്നു. രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രിയിൽ ജൂൺ മാസം 2091 ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. എന്തോ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. ഈ ചോദ്യം ഇങ്ങനെ, ഇന്ന് മരിച്ചാൽ എന്ത് സംഭവിക്കും? എവിടെയായിരിക്കും? നരകം, സ്വർഗം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയ ആശയങ്ങൾ എനിക്കറിയാമായിരുന്നുവെങ്കിൽ തന്നെയും ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിയണം എന്നുള്ള ആഗ്രഹം അന്ന് രാത്രിയിൽ ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ 21-ാം തീയതി രാവിലെ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ദൈവദാസന്റെ അടുക്കിലേക്ക് പോയി ഞാൻ ഈ വിഷയം ചോദിക്കുവാൻ ഇടയായി. എന്താണിത്? മരണം അറിയാം, എന്നാൽ അതിനുശേഷം നിത്യത എന്ന് പറയുന്നത്, നരകമെന്ന് പറയുന്നത്, സ്വർഗമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ആ ദൈവദാസൻ ആ രാവിലെ എന്നോട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് സഹോദരന്റെ മനസ്സിൽ ഉണ്ടായത് എന്നും, എന്താണ് രക്ഷ, എന്താണ് നിത്യത, എന്താണ് മരണത്തിന് ശേഷമുള്ളതായ നരകം, സ്വർഗം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് എന്നോട് വ്യക്തമായി ഓർപ്പിക്കുകയുണ്ടായി. ദൈവകൃപയാൽ 1991 ജൂൺ മാസം 21-ാം തീയതി അവിടെ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതേ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആഗ്രഹമുണ്ട്. 1, ദൈവവചനം പഠിക്കണം. 2, ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ഒരു പക്ഷേ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രദർ, എന്നാണ് വേർതിരിഞ്ഞത്, സുവിശേഷ വേലയ്ക്കായി വേർതിരിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആ ദിവസം തന്നെ എടുത്ത 2 തീരുമാനമാണ്. 1, ദൈവവചനം പഠിക്കണം. 2, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതേ വർഷം തന്നെ ദൈവവചനം പഠിക്കണം എന്നുള്ള ആഗ്രഹം എന്നിൽ ധാരാളമായി ഉണ്ടാകുകയും കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിലുള്ള ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് അതേ വർഷം 1991 തന്നെ പോകുവാനിടയായി തീർന്നു. ഞാനവിടെ പോകുമ്പോൾ 2-ാമത്തെ വർഷമാണ് ഞാൻ പഠിക്കുന്നത്. BTH ആണെന്ന് അറിയുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി പഠിക്കുവാനായിട്ടല്ല ഞാൻ പോയത്. ദൈവവചനം പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കടന്നു ചെന്നു. ബൈബിൾ സ്കൂളിൽ 4 വർഷം പഠിക്കുവാനിടയായി തീർന്നു. അവിടെ 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്നാനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ, ചിന്തകൾ പഠനത്തിലൂടെ ലഭ്യമായപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനം അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും തുടർന്ന് സ്നാനപ്പെടുവാൻ തീരുമാനിക്കുകയും സ്നാനപ്പെടുകയും കർത്താവിന് വേണ്ടി ആ നാളുകളിൽ തന്നെ പ്രവർത്തിക്കുവാനും വേർതിരിയുവാനും ഇടയായി തീരുകയും ചെയ്തത്. പിന്നീട് 1 വർഷം ഞാൻ അവിടെ തന്നെ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ തന്നെ
വേദകാകളം എന്ന് പറയുന്ന ഒരു മാഗസിനോട് ചേർന്ന് 1 വർഷം ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായി. വീണ്ടും എൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹം തുടർന്നും പഠിക്കണം, ദൈവജനം പഠിക്കണം എന്നുള്ള ആഗ്രഹവും കർത്താവിൻ്റെ വേലയ്ക്കുള്ള ആ ആഗ്രഹവും എൻ്റെ മനസ്സിൽ വീണ്ടും ഉണ്ടാകുകയും ആ ഒരു ചിന്ത പിന്നീട് ബാംഗ്ലൂരിൽ ഉള്ള ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി എന്ന് പറയുന്ന ബൈബിൾ സ്കൂളിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്തു. വീണ്ടും 3 വർഷത്തോളം 96 മുതൽ 99 വരെയുള്ള 3 വർഷത്തോളം അവിടെയും ദൈവജനം പഠിക്കുവാൻ, അഭ്യസിക്കുവാൻ, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്ന ആ ഒരു ഡിഗ്രി വേണ്ടി അവിടെ പഠിക്കുവാൻ, ദൈവജനം പഠിക്കുവാനുള്ള അവസരം എനിക്ക് ഉണ്ടായി. അതിനുശേഷമായി 2 വർഷമായി തുടർന്നും ബാംഗ്ലൂരിൽ തന്നെ ഞാൻ താമസിക്കുകയും അവിടെയുള്ള സ്ലമ്മുകളിലും അതുപോലെ തൊട്ടടുത്തുള്ള ഹള്ളികളിലും വില്ലേജുകളിലുമൊക്കെ 2 വർഷങ്ങളായി പോയി ദൈവജനം പറയുവാനും സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുവാനും 1-2 ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുവാനും ഇടയായി തീർന്നു. 2000-ൽ വീണ്ടും എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായി, ദൈവജനം ഇനിയും പഠിക്കണം, പ്രത്യേകിച്ച് മിഷൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ്, മിഷിയോളജി എന്നുള്ള സബ്ജക്റ്റ് അതല്പം കൂടെ പഠിക്കണം, കർത്താവിൻ്റെ ദൗത്യ നിർവഹണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം പിന്നീട് എന്നെ ചെന്നൈയിലേക്ക് എത്തിച്ചു. ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2000 മുതൽ 2003 വരെ എനിക്ക് മാസ്റ്റർ ഓഫ് തിയോളജി ഇൻ മിഷിയോളജി എന്ന സബ്ജക്റ്റിൽ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകിയുണ്ടായി. അവിടെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ അവിടെയുള്ള സ്ലമ്മുകളിലും വിവിധ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. ആ നിലയിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാനുള്ള ദൈവകൃപ എനിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് എന്നെ വേർതിരിച്ചത് 1991 ജൂൺ മാസം 21-ാം തീയതിയാണ്. അന്നു മുതൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും ദൈവവചനം പഠിക്കുന്നതിനോടുള്ള ബന്ധത്തിലും ദൈവവചനം പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലും കഴിഞ്ഞ 34 വർഷങ്ങളായി വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2020-ൽ മിഷിയോളജിയിൽ തന്നെ എനിക്ക് PhD എന്ന് പറയുന്ന ഡിഗ്രി കരസ്ഥമാക്കുവാനായിട്ടും കർത്താവ് കൃപ നൽകി. ഏകദേശം 3.5-4 വർഷം പഠിച്ച് തിസീസ് എഴുതി അതിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും പൂർത്തീകരിച്ച് 2020 ജനുവരി മാസം 8-ാം തീയതി എനിക്ക് PhD കരസ്ഥമാക്കുവാനും കർത്താവ് കൃപ നൽകി. തുടർന്ന് ഞാൻ പറയാൻ തൊക്കണം ആഗ്രഹിക്കുന്നത് എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. ഞാൻ അത് പറഞ്ഞില്ല, എന്നാൽ 2006-ലാണ് ഞാൻ വിവാഹിതനാകുന്നത്. എൻ്റെ ഭാര്യ രമി സുനിൽ ഒരു ദൈവദാസന്റെ മകളാണ്. ഇടുക്കിയിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന, ഇപ്പോൾ കണ്ണൂരിലും ഇടുക്കിയുമായിട്ട് തന്നെ ആയിരിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് മാത്യു വർഗീസിൻ്റെയും ഏലിയാമ്മ മാത്യുവിൻ്റെയും മകളാണ്. ആ നിലയിൽ 2006-ൽ വിവാഹം നടക്കുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. മൂത്ത മകൻ ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ്റെ പേര് ഫിൽജി എസ് ലുക്കോസ്. രണ്ടാമത്തെ മകൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫിൽദിയ എസ് ലുക്കോസ്. മൂന്നാമത്തെ മകൾ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫിൽനിയ എസ് ലുക്കോസ്. ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ താമസിച്ച് ആ നിലയിൽ കർത്താവിനെ സേവിച്ച് വരികയാണ്. ഇവിടെ ബാംഗ്ലൂരിൽ ബദനി മലയാളം ബ്രദറൻ അസംബ്ലിയോട് ചേർന്നാണ് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വിവിധ ഇടങ്ങളിൽ വിവിധ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകുന്നു. 2015-ലാണ് ഞാൻ പൂവമ്പൊയ്യ ബ്രദറൻ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ചേർന്ന്
കർത്താവിൻ്റെ വേലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയത് 2015 മുതൽ 2021 വരെ ഏപ്രിൽ വരെ ഞാൻ ആ നിലയിൽ കൊട്ടാരക്കരയിൽ വിവിധ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. പൂവമ്പൊയ്ക ബ്രദർ അസംബ്ലിയാണ്, ആ സഭയാണ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കത്തക്ക നിലയിൽ കമ്പൻസേഷൻ നൽകി ആ നിലയിൽ എന്നെ നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. കൊട്ടാരക്കരയിൽ ആയിരുന്നപ്പോൾ വിവിധ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അവിടെ ആയിരുന്നപ്പോൾ ചില ദൈവദാസന്മാരുമായി ചേർന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ച ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബൈബിൾ ട്രെയിനിങ് സെന്റർ. BSCയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബൈബിൾ ട്രെയിനിങ് സെന്റർ 2019 ജൂലൈ മാസം 19-ാം തീയതിയാണ് അത് ആരംഭിച്ചത്. അതിൻ്റെ നേതൃത്വത്തിലും ആയിരിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ 2021 കോവിഡിൻ്റെ സമയങ്ങളിൽ 2021 സമയങ്ങളിൽ കൊട്ടാരക്കരയിലായിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ കുടുംബമായി പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 96 മുതൽ 2010 വരെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് പിന്നീട് വന്നത്. അപ്പോൾ നാട്ടിൽ ആ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്തയാണ് ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക്, കർണാടകത്തിലേക്ക് പോകണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം. ഞങ്ങൾ ആ വിഷയം തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുകയും സഭയോട് അത് അറിയിക്കുകയും ചെയ്ത പ്രകാരം 2021 ഏപ്രിൽ മാസം 5-ാം തീയതി ഞങ്ങൾ കുടുംബമായി ബാംഗ്ലൂരിലേക്ക് വരുവാനും ഇവിടെ ഒരു റെന്റ് ഹൗസ് എടുത്ത് താമസമാക്കി പ്രവർത്തനം തുടങ്ങുവാനും ഇടയായി. മേടഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 25ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ആ കോവിഡിൻ്റെ സമയങ്ങളിൽ ഒരു വീട് അവിടെ നിന്ന് ഒരു വീട്ടിലേക്ക് പോകുവാനിടയായി. നേരത്തെ എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. ആ വീട്ടിൽ പോകുകയും നിരന്തരമായിട്ടുള്ളതായ അവിടെ പോകുന്നതിന് ഫലമായി ആ ഭവനം തുറന്നു തരികയും മേടഹള്ളിയിൽ അങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുകയും ചെയ്തു. 2021 അത് സംഭവിക്കുന്നത്. അവിടെ ബൈബിൾ ക്ലാസ് മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നീട് കന്നഡ ഫാമിലിയിലുള്ള 2 കുടുംബങ്ങൾ ഞങ്ങളുമായി സഹകരിക്കുവാനിടയായി. ഇപ്പോൾ ഏകദേശം 5 കുടുംബങ്ങൾ ആ മേടകളിൽ ഉണ്ട്. എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരം ബൈബിൾ ക്ലാസ് ആയിട്ടും അതുപോലെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ പ്രാർത്ഥന മീറ്റിംഗ് ആയിട്ടും മേടഹള്ളിയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നോട് ചേർന്ന് മറ്റു ചില സഹോദരന്മാരും ഭാഷ ഞാൻ അത്രമാത്രം നന്നായി കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് കന്നഡ സംസാരിക്കുന്ന ചില സഹോദരന്മാരുമായി ചേർന്ന് മേടഹള്ളിയിലുള്ളതായ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നു. ഒരു സഭാ സാക്ഷ്യം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെയുള്ള പ്രവർത്തനങ്ങൾ ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരും. ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏകദേശം 20-ലധികം വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനം വിവിധ ബൈബിൾ സ്കൂളുകളിൽ കേരളത്തിലും അതുപോലെ ബാംഗ്ലൂരിലും വിവിധ ഇടങ്ങളിലും ആ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് നൽകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കുറഞ്ഞത് ഒന്നെങ്കിലും നൽകിയിട്ടുണ്ട്. എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ദൈവം നൽകിയ കൃപാവരങ്ങൾ പ്രധാനമായിട്ടും 2ആണ്. 1 സുവിശേഷ പ്രവർത്തനം, സുവിശേഷീകരണം. 2 ദൈവവചനം പഠിപ്പിക്കുക. അങ്ങനെ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് വിവിധ ഇടങ്ങളിൽ 20-ലധികം വർഷങ്ങളായിട്ട് വിവിധ ഇടങ്ങളിൽ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ദൈവകൃപ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ പോകുവാൻ കർത്താവ്
അവസരങ്ങൾ നൽകിയ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുമ്പോൾ ത്രിപുരയില്, ഒറീസയില്, നേപ്പാളില്, തമിഴ്നാടിൻ്റെ വിവിധ ഇടങ്ങളില്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അതുപോലെ പറഞ്ഞാൽ ധാരാളം പറയേണ്ടതായിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ആയിരിക്കുമ്പോൾ തന്നെ വിവിധ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. കർണാടകയുടെ വിവിധ ജില്ലകളിൽ കടന്നു പോകുവാനും വിവിധ ഇടങ്ങളിൽ പോയി ദൈവവചനം പഠിപ്പിക്കുവാനും വിവിധ വില്ലേജുകളിൽ ദൈവവചനം പറയുവാനും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുമൊക്കെ കർത്താവ് കൃപ നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രധാനമായിട്ടും ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ്, അതുപോലെ വില്ലേജ് മിനിസ്ട്രി ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. സ്ലമ്മുകൾ വിസിറ്റ് ചെയ്യുക. ബാംഗ്ലൂരിൽ തന്നെ 49 സ്ലമ്മുകളാണുള്ളത്. ഇന്ന് അതെല്ലാം പഴയതുപോലെ ഒരു സ്ലമ്മായിട്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അനേക സ്ലമ്മുകൾ ഇന്നും പല സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെ സ്ലമ്മുകളിൽ പോയി പ്രവർത്തിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നു. ഹോസ്പിറ്റൽ, അതുപോലെ ചിൽഡ്രൻസിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട പുവർ ആൻഡ് നീഡിയുടെ അടുക്കൽ അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ മറ്റ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്, കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ എനിക്ക് ഉത്തേജനമായി തീർന്ന അനേക കാര്യങ്ങളുണ്ട്. 1999 ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മിക്കവാറുമുള്ള ജില്ലകളിലെല്ലാം തന്നെ അന്ന് റിവൈവൽ കേരള 99 എന്ന പേരോട് ചേർന്ന് ആ പേര് ഇട്ടുകൊണ്ട് ഏതാണ്ട് 10നും 15നും ഇടയ്ക്കുള്ള സഹോദരന്മാർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള, പാറശാല വരെയുള്ള സ്ഥലങ്ങളിലുള്ള അനേക ജില്ലകളിൽ പോയി പ്രവർത്തനം ചെയ്യുവാൻ, വിസിറ്റ് ചെയ്യുവാൻ, ഈവനിങ് മീറ്റിംഗ്സ് നടത്തുവാനൊക്കെ അവസരമുണ്ടായിട്ടുണ്ട്. 2003 അതുപോലെ തന്നെ ഒരു പ്രവർത്തനം ഇതേപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കടന്നു ചെന്ന് പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് 2015 ശേഷം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ ഗോപാൽജി എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ക്രൈസ്റ്റ് വോയിസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത് കർത്താവിൻ്റെ വേല ആ നിലയിൽ പോയി പരസ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുവാൻ കർത്താവ് ഇടയാകുന്നത് ഓർത്തും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ പുറത്ത് ഞാൻ ഓർപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ UP-യിൽ പോകുവാനായിട്ട് കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ഹരിയാന, അതുപോലെ ഡൽഹി, ബീഹാറിൽ, ഭോപ്പാലിൽ, അതുപോലെ ഗുജറാത്ത്, അതുപോലെ ആന്ധ്രാപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ, തെലുങ്കാനയുടെ വിവിധ സ്ഥലങ്ങളിൽ, ഒറീസയുടെ വിവിധ സ്ഥലങ്ങളിൽ, ത്രിപുരയുടെ വിവിധ സ്ഥലങ്ങളിൽ, ആസാമിലെ വിവിധ സ്ഥലങ്ങളിൽ, മേഘാലയയുടെ വിവിധ സ്ഥലങ്ങളിൽ, നാഗാലാൻഡിലെ വിവിധ സ്ഥലങ്ങളിൽ, അതുപോലെ വെസ്റ്റ് ബംഗാൾ, അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ ഇടങ്ങളിലും തന്നെ യാത്ര ചെയ്ത് താമസിച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ച് അവിടെയുള്ള ആളുകളുമായി സഹകരിച്ച് അവർ നൽകുന്ന ഫുഡ് കഴിച്ച് അവിടെ താമസിച്ച് ഉറങ്ങി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഞാൻ മറ്റൊരു വലിയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് എനിക്ക് ആഫ്രിക്കയിൽ പോകുവാനായിട്ടുള്ള അവസരം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഉഗാണ്ടയിലും കെനിയയിലും കോങ്കോങ് എന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങളിലും വിവിധ ചേരി പ്രദേശങ്ങളിലും വളരെ ഉൾ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ യാത്ര ചെയ്ത് അവിടെയൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരം
നൽകിയത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഉഗാണ്ടയിൽ പോയപ്പോൾ പല അനുഭവങ്ങളും, ദീർഘ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വാഹനമെത്താത്ത സ്ഥലത്ത്, അതുപോലെ മണിക്കൂറുകൾ നടന്നുള്ള സ്ഥലങ്ങളിൽ, ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ ബാങ്കുകളോ മറ്റ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു ചെരുപ്പ് പോലും ഇടാത്ത ആളുകൾ, വസ്ത്രം നന്നായിട്ട് ഇല്ലാത്ത ആളുകൾ, വസ്ത്രം ധരിക്കാത്ത ആളുകൾ, അതുപോലെ കട്ടിൽ ഇല്ലാത്ത വീടുകൾ, വീടില്ലാത്ത കൂടാരം പോലെ ചെറിയ കൂടാരങ്ങളിൽ മാത്രം താമസിക്കുന്നവർ, ഒറ്റ റൂമിൽ താമസിക്കുന്നവർ, അത് പറഞ്ഞാൽ നിരവധി പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉഗാണ്ടയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് അവസരം നൽകിയത് ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല. ചെയ്തതൊന്നും മതിയായില്ല, ഇനി ചെയ്യുവാൻ ധാരാളമുണ്ട്. എന്നാൽ ആ നിലയിൽ കർത്താവ് ആ നിലയിൽ ഉപയോഗിച്ചു, ആ നിലയിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയായി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ ഓർപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളും തുടർന്നും സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എനിക്ക് മോട്ടിവേറ്റ് ചെയ്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഈ വളരെ മോട്ടിവേറ്റ് ആയി തീർന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ബൈബിൾ സ്കൂളിൽ ആദ്യമായി ബാപ്റ്റിസ്റ്റ് ബൈബിൾ സ്കൂളിൽ ചാത്തന്നൂരിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സ്ഥാപകൻ ആയിരുന്ന KC തോമസ് സാറിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ ഉത്തേജനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും അതിനു മുമ്പും എനിക്കറിയാം, ഒരു കർത്താവിന്റെ ദാസൻ, അമേരിക്കയിൽ വന്ന ഒരു ദൈവദാസനെ ഞാൻ ഓർക്കുകയാണ്. ടെറി ആൻഡ്രൂ ആൻഡ് മൈറ ആൻഡ്രൂ എന്ന് പറയുന്ന ആ സഹോദരങ്ങൾ, അവര് എനിക്ക് വളരെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വളരെ ഉത്തേജനമായിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കും ദൈവവചനം വായിക്കുന്നതിനും എനിക്ക് പലപ്പോഴും ഉത്തേജനമായി തീർന്നത് ഡോക്ടർ ജേക്കബ് ചെല്ലി എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. 2500-ലധികം പ്രാവശ്യം ദൈവവചനം താൻ വായിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. താൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ ബാംഗ്ലൂരിൽ ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ വളരെ മോട്ടിവേഷൻ ഉണ്ടാകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കാനഡയിലുള്ള ഡോക്ടർ ഐൻസർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മീയ ഒരു ലൈഫ്, ഒരു ആത്മീയ ജീവിതത്തിന് എപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവദാസനായി, ഒരു മോട്ടിവേഷനായി നിൽക്കുന്ന ആ ദൈവദാസനെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിരവധി ആളുകൾ, അനവധി ആളുകൾ കഴിഞ്ഞ 34 വർഷമായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മോട്ടിവേഷനായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി കർത്താവിൻ്റെ വചനം, അത് കർത്താവിൻ്റെ ആ വലിയ വചനം, നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ സകലരോടും ദൈവവചനം സുവിശേഷം പങ്കുവെപ്പീൻ എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രചോദനം, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ അലയടിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതായ ആ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ തന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വന്ന വഴികൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സഹായിക്കാം എന്ന് പറഞ്ഞ അനേകർ മാറിപ്പോയിട്ടുണ്ട്. വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ദൈവം ഇന്നുവരെ നിലനിർത്തി എന്ന് പറയുന്നതിൽ കർത്താവിൽ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ എനിക്ക് എപ്പോഴും ധൈര്യം നൽകുന്നൊരു കാര്യം, ഏറ്റവും അധികമായി എന്നെ കർത്താവിൻ്റെ വേലയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, കർത്താവ് തന്നെയാണ്. ലുക്ക് ഓൺലി ആൻഡ് ജീസസ്. കർത്താവിലേക്ക് മാത്രം നോക്കുക, മറ്റാരിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ ഇടയാകരുത് എന്നുള്ള ആ ചിന്തയാണ്
എന്നെ ധൈര്യപൂർവം ഓരോ സ്റ്റെപ്പുകൾ എടുക്കുവാൻ, എന്നെ മുന്നോട്ട് നയിക്കുവാൻ എന്നെ ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ബലം നൽകുന്നത്, ധൈര്യം നൽകുന്നത് എന്ന് ഞാൻ വളരെ താല്പര്യത്തോടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ തരുണത്തിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബിബ്ലിക്കൽ നോളേജ് ഇൻ മിനിസ്ട്രി എന്നുള്ള വിഷയം ഒന്ന് ഓർപ്പിക്കുന്നതൊക്കെ നാം ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ പഠനം അനിവാര്യമാണോ എന്നുള്ള ചോദ്യത്തിന് അനിവാര്യം എന്ന് ഞാൻ പറയാൻ തൊക്കണം ആഗ്രഹിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവവചനം പഠിക്കാത്തതിൻ്റെ, അവർക്ക് കാര്യങ്ങൾ പറയാൻ അറിയാമെങ്കിൽ തന്നെയും ആ ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നിരവധി തെറ്റുകൾ സംഭവിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സഹോദരങ്ങൾ ദൈവവചനം ക്രമീകൃതമായി പഠിക്കേണ്ടത് അനിവാര്യമാണ്. സഭയിൽ, അല്ല എങ്കിൽ ട്രെയിനിങ് സ്കൂളുകളിൽ, അല്ല എങ്കിൽ അനേക പുസ്തകങ്ങൾ വായിച്ച് ദൈവവചനം നന്നായി മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു വാക്ക്, ഒരു 3 പദപ്രയോഗമുണ്ട്: വേർഡ് ഓഫ് ഗാഡ്, വിൽ ഓഫ് ഗാഡ് ആൻഡ് ദി വേയ്സ് ഓഫ് ഗാഡ്. ദൈവവചനം, ആ ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആ ഇച്ഛ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഇച്ഛയാണ്, വിൽ ഓഫ് ഗോഡ് ആണ് ദ വേയ്സ് ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളെ സാധ്യമാക്കി തീർക്കുന്നത്. നമ്മുടെ വഴികളെ സാധ്യമാക്കി തീർക്കേണ്ടതിന് ദൈവത്തിൻ്റെ വിൽ, ദൈവത്തിൻ്റെ ഇച്ഛ അനിവാര്യമായിരിക്കെ, ദൈവത്തിൻ്റെ ഇച്ഛ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ദൈവവചന പഠനം നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്കെപ്പോഴും വളരെ ശക്തി പകരും എന്നുള്ളതിന് 2 പക്ഷമില്ല. അതുകൊണ്ട് ദൈവവചന പഠനം നമ്മുടെ ശുശ്രൂഷകളിൽ വളരെ അനിവാര്യമായ കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശക്തി പകരുന്ന, നമുക്ക് ബലം പകരുന്ന ഒരു കാര്യമാണ് കർത്താവിനെ കുറിച്ചുള്ളതായ ആ ചിന്തകൾ നമ്മൾ ഭരിക്കുക എന്നുള്ളത്. നമുക്ക് വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന് പരിഹാരകനായി കർത്താവ് നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് തിരുവചന പ്രകാരം തന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ മധ്യസ്ഥ നമുക്ക് വേണ്ടി ചെയ്യുകയും വീണ്ടും വരികയും ചെയ്യുന്ന ആ കർത്താവിലേക്കുള്ള നോട്ടം നമ്മൾ എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ബലം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ ആ കർത്താവിലേക്ക് നോക്കുന്നതാണ് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഭയത്തിൻ്റെയും നടുവിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രേരിതമായി തീരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും പലരും വരും, പലരും സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു വരുവാൻ ഇടയായിത്തീരും. എന്നാൽ ആ സഹായം നിൽക്കുവാനായിട്ടുള്ള സാധ്യത ധാരാളം നമ്മൾ കാണുകയാണ്. എൻ്റെ അനുഭവത്തിൽ 34 വർഷങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ സമയത്തും ഉള്ളത് നമ്മുടെ കർത്താവാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ 1-2 കാര്യങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളായിട്ട് പറഞ്ഞിട്ട് എനിക്ക് വളരെ പ്രചോദനം നൽകിയ ഒരു വേദഭാഗം വായിച്ച് ഞാൻ സമയത്തിനുള്ളിൽ നിർത്തുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ വിവിധ സ്ഥലങ്ങളിലായി 15ഓളം സഹോദരന്മാർ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കും. അവർക്ക് പിന്നിൽ അവരോട് ചേർന്ന് വിവിധ ഇടങ്ങളിൽ എനിക്ക് നിൽക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചതായി എനിക്ക് നിരവധി ശിഷ്യന്മാരുള്ളത് കൊണ്ട് പല ശിഷ്യന്മാരെയും പല സഹോദരന്മാരെയും പിന്നീട് കണ്ടെത്തി അവരെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിർത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. ത്രിപുരയിൽ 3 സഹോദരന്മാർ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അവിടെ 2 സ്ഥലം സഭകൾ, അസംബ്ലികൾ രൂപീകൃതമായി. അത് മാത്രമല്ല 3 പുതിയ പ്രവർത്തനങ്ങൾ, അങ്ങനെ 5 പ്രവർത്തനങ്ങൾ അവിടെ
നടന്നുകൊണ്ടിരിക്കുന്നു. ആ സഹോദരന്മാരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റൊരു പ്രാർത്ഥന വിഷയമായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറീസയിലാണ്. മുനികുട എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ ഇല്ല. അവിടെയും കഴിഞ്ഞ 1 മാസം മുമ്പ് എനിക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ വിചിത്രമായ നിലയിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന 3 സ്ഥലങ്ങളിൽ പ്രത്യേകമായി പ്രവർത്തിക്കുന്ന 2 സഹോദരന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവരാരും കമന്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ല. ഇവരുടെ പിന്നിൽ പ്രാർത്ഥനയും എന്നെ കൊണ്ടാവുന്ന സഹകരണങ്ങളും ചെയ്ത് കർത്താവിനെ വേല ചെയ്യുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. 15ഓളം സഹോദരന്മാർ നേപ്പാളില്, അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്നു. കർണാടകയിൽ പാവഗഡ, അതുപോലെ ചിറ്റൂര്, അതുപോലെ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, അതുപോലെ കർണാടകയിലെ വിവിധ ചിത്രദുർഗ, അതുപോലെ തുംകൂർ തുടങ്ങിയ നിരവധി ഡിസ്ട്രിക്റ്റുകളിൽ അനേക സഹോദരന്മാർ പ്രവർത്തിക്കുന്നു. എനിക്കും മിക്കവാറുമുള്ള ദിവസങ്ങളിൽ അവരോട് ചേർന്ന് അവരുടെ വില്ലേജുകളിൽ പോയി അവരുടെ അടുത്ത് താമസിച്ച് അവരുമായി യാത്ര ചെയ്ത് ആ വീടുകൾ കയറി കർത്താവിനെ വേല ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇവരാരും കമന്റഡ് ആയിട്ടുള്ള സഹോദരന്മാരല്ല. കർത്താവ് അവന് വേണ്ടി വേർതിരിഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരാണ്. അവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞതുപോലെ എനിക്കറിയാവുന്ന ഏതാണ്ട് 15ഓളം വരുന്ന സഹോദരന്മാർ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നിങ്ങൾ ആ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുക. ഒരു വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അതെനിക്ക് വളരെ ഉത്തേജനം നൽകിയിട്ടുള്ള, എൻ്റെ ആത്മീയ ജീവിതത്തിന് ഈ കഴിഞ്ഞ 34 വർഷങ്ങൾ ഞാൻ നോക്കുമ്പോൾ വളരെ ശക്തി പകർന്നിട്ടുള്ള ഒരു വേദഭാഗമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ ആ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് പറയുകയാണ്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അടുത്ത വാക്ക് അണ്ടർലൈൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ജീവചരിത്രം ഞാൻ ചുരുക്കമായി പറഞ്ഞു, അതൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്. എന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് ഇതാണ്. എന്തെല്ലാം ഈ ഭൂമിയിൽ സംഭവിച്ചാലും കർത്താവിന് കൊടുക്കേണ്ട ആ സ്ഥാനം, 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിന് ആ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തെ ആരാധിച്ച് ഉന്നതമായ നിലയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവർ പറയുകയാണ്, ഒരുമിച്ച് പറയുകയാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഒരുമിച്ച് ഒരു മനസ്സോട് പറയുകയാണ്, ഇനി ഞങ്ങളെ തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞിട്ടാൽ പോലും ഞങ്ങൾ ഒരിക്കലും ഈ വിഗ്രഹത്തെയോ ദേവന്മാരെയോ ആരാധിക്കയില്ല എന്ന ആ ദൃഢമായിട്ടുള്ള ആ ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, അതാണ് എനിക്കും പറയുവാനായിട്ടുള്ളത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ പോകുന്ന വഴികളിൽ നമ്മളെ സൂക്ഷിക്കുന്നവരാണ്. അല്ല, നമ്മളെ ദൈവം നടത്തുന്നത് പട്ടിണിയുടെ ആണെങ്കിൽ, പ്രയാസത്തിലൂടെയാണെങ്കിൽ, പ്രതികൂലങ്ങളെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ ഒരിക്കലും തിരിഞ്ഞു പോകുകയില്ല, ദൈവന്മാരെ ആരാധിക്കുകയില്ല. 1-ാം സ്ഥാനം ഞാൻ ദൈവത്തിന് കൊടുക്കും. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നോക്കണം ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവദാസൻ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, ഡോണ്ട് ബി സക്സസ്ഫുൾ ബട്ട് ബി ഫെയ്ത്ത്ഫുൾ. ഡോണ്ട് ബി സക്സസ്ഫുൾ ബട്ട് ബി ഫെയ്ത്ത്ഫുൾ. ഒരു വിജയാളിയായി തീരുവാൻ ആഗ്രഹിക്കരുത്, വിശ്വസ്തനായി നിൽക്കുവാൻ
ആഗ്രഹിക്കുക. അതാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 34 വർഷമായി കർത്താവ് എന്നെ നടത്തുന്നു, എൻ്റെ കുടുംബത്തെ നടത്തുന്നു. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നൽകിയ കാര്യങ്ങളിൽ, നമ്മളെ ഏൽപ്പിച്ച താലന്തുകളിൽ വിശ്വസ്തരായി നിൽക്കുവാൻ, വിജയാളികളായി, സക്സസ്ഫുൾ അല്ല, അതാണ് പലരും ആഗ്രഹിക്കുന്നത്. വിജയാളിയായി നിന്നുകൊണ്ട്, വിശ്വസ്തരായി നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, ഈ കർത്താവിനെ സ്നേഹിക്കുവാൻ ഇടയായി തീരട്ടെ. എൻ്റെ ഈ ചെറിയ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ആ നിലയിൽ ഉത്തേജനമായി തീരട്ടെ. അധികമായി കർത്താവിനെ സ്നേഹിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഈ നിലയിൽ എനിക്കിങ്ങനെ ഒരവസരം നൽകിയ കാൽവരിനാഥം മിനിസ്ട്രീസിലെ പ്രിയ സഹോദരന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള വന്ദനവും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട്, തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ നിങ്ങളെയും പ്രാർത്ഥിക്കാം എന്ന് അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സകല മഹത്വം. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെയും കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആവശ്യകതയും അതിന് ആളില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവും അല്പമായിട്ടെങ്കിലും ഈ ഒരു ജീവിതാനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളാൽ കഴിയുന്നിടത്തോളം നമുക്ക് ചുറ്റുമെങ്കിലും കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ, വചനം അറിയിക്കുവാൻ, ചിലരെങ്കിലും കർത്താവിലേക്ക് നേടുവാൻ നമുക്ക് ഇടയായി തീരണം എന്നുള്ളത് നമ്മുടെ ഒരു വെല്ലുവിളിയാകണം, നമ്മുടെ ഒരു ലക്ഷ്യമായി തീരണം. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരെങ്കിൽ പോലും സുവിശേഷം അറിയാതെ നശിക്കുവാൻ ഇടയാകരുത്. ഇന്ന് രാത്രിയിൽ എത്രയോ പേർ മരിക്കുന്നുണ്ടാകും. നാം ഈ മീഡിയയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശത്ത് എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകം സംഭവിക്കുന്നു, അല്ലാതെ മരിക്കുന്നു. അതിൽ എത്രയോ പേർ നരകത്തിലേക്ക് പോകുന്നവരുണ്ടാകാം. അവരെക്കുറിച്ച് നമ്മുടെ ഹൃദയം ദുഃഖിക്കുന്നില്ലേ? അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? നാം വേദനിക്കുന്നില്ലേ അവരെ ഓർത്ത്? എന്നാൽ ഒരു വാക്ക് അവരോട് സുവിശേഷത്വം കർത്താവിനെ കുറിച്ച് പറയുവാൻ, സുവിശേഷം അറിയിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ലക്ഷ്യത്തോടെ തന്നെ ഈ സാക്ഷ്യ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ബ്രദർ ജെറാൾഡ് ബി തോമസ് കുളങ്കരയുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും എന്ന് കരുതുന്നു. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഇന്ന് രാത്രിയില് ഗാനങ്ങൾ ആലപിച്ച പ്രിയ ജോയൽ സഹോദരനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് പ്രിയദാസിനെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വളരെ അനുഗ്രഹീതമായ ഒരു ചെറിയ സന്ദേശം നമ്മെ അറിയിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ സുനിൽ മോൻ ലൂക്കോസ് അവറുകളോടുള്ള അകമഴിഞ്ഞ നന്ദി ദൈവനാമത്തിൽ ഈ മിനിസ്ട്രിയുടെ പേരിലും ദൈവനാമത്തിലും അറിയിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. അനവധിയായിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ഞാനതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറങ്ങളിലും അനേക സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് കർത്താവിന്റെ വചനം അറിയിപ്പാൻ കർത്താവിന്റെ തന്റെ ദാസനെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കും. എല്ലാ പ്രിയപ്പെട്ടവരോടും കടന്നു വന്ന് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജെറാൾ ബ്രദർ ഉണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുക. കർണല സർവസ്വപിതാവേ, മനസ്സിലെയും ദൈവമേ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ ദാസനും കൂടെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ലഭിപ്പാൻ ഇടയാക്കി. പ്രിയദാസനെ കർത്താവെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇങ്ങനെ കാൽവറി മിനിസ്ട്രിയുടെ പേരിൽ കർത്താവ് ഇങ്ങനെ ഒരു കൂടിവരവ് കൂടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഏവർക്കും ഇങ്ങനെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ സന്തോഷ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ ഒരു മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാൻ
കർത്താവെ, കഴിഞ്ഞ നാളുകൾ പ്രിയദാസൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളൊക്കെ കർത്താവ് ഇത്രത്തോളം സൂക്ഷിച്ച് പരിപാലിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അതുപോലെ പ്രിയദാസനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തുടർന്നും കർത്താവെ പ്രിയദാസന്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നല്ലോ. കർത്താവ് എല്ലാം നല്ലതിനു വേണ്ടി ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങയുടെ ആ വിലയേറിയ കൃപയ്ക്കും കരുതലിനുമായി നന്ദിയോടെ സ്തോത്രം. തുടർന്നും കർത്താവെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളതാണ് എങ്കിലും അതിനൊക്കെ കർത്താവ് നീക്കുപോക്ക് തരുന്ന ആ വലിയവനായ ദൈവത്തിനായ നന്ദിയോടെ സ്തോത്രം. അതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, പ്രിയ ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളും മറ്റും പാടിയ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് സഹായിക്കണമേ. അവർക്ക് മാണുന്ന എല്ലാ കൃപകളും വരുന്ന ആളുകളിലും നൽകി സഹായിക്കുകയും അവരെയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ തിരുസന്നിധിയിൽ കേട്ടിരിക്കുന്നതായി സ്തോത്രം. എല്ലാം കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.